ചക്കര മൂട്. ഹൈ 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 പോ ഇവിടെ നിന്റിക്കോ പോ. പറപ്പിക്കും ഞാൻ. പോ പോ പോ. വാനിലുയരേ ചിറ്റപ്പൻ വാനിലുയരേ ഓണാങ്ങോട്ട്. എവിടെ ഇൻഡിഗോ ചിറ്റപ്പൻ ദോ പോന്ന്. ഓ, ഇൻഡിഗോ ചിറ്റപ്പൻ ഭൂമി തന്നെയുണ്ട്, പാലക്കാട് തന്നെയുണ്ട്, വാനിലൊന്നും പോകുന്നില്ല. തനിക്ക് ഞാൻ സ്നേഹത്തോടെ ഒരു സാധനം തരട്ടെ? അയ്യോ, സമാധാനം, സന്തോഷം. ആദ്യമായിട്ട് എനിക്ക് എന്തെങ്കിലും സ്നേഹത്തോടെ തരണത്. ഞാൻ സ്നേഹത്തോടെ തന്നെ തരുന്നുണ്ട്. കട്ടൻ ചായയും പരിപ്പോടെയും മാറ്റേ, എനിക്ക് വേണ്ട. ചിറ്റപ്പനും സിപിഎമ്മുകാർക്കും ഇപ്പൊ കട്ടൻ ചായയും പരിപ്പടയും കണ്ണെടുത്താ കണ്ടൂടെ? ഇപ്പിടപ്പിയാണ്. അതെ, ശീലം മാറ്റി വയ്യാൻ വിട്. തരട്ടെ? വേണ്ട. അല്ലെങ്കിൽ തന്നെ ആത്മഹത്യക്ക് ആരെങ്കിലും ഇങ്ങനത്തെ ലോജിക്കായിട്ട് ചിന്തിച്ചിട്ട് വേണ്ട ഓരോരോ വാർത്തകൾ പടച്ചുവിടാൻ. ഓ, മുണുങ്ങാണല്ലേ ഇരുന്നിട്ട്? മുണുങ്ങ്, നിങ്ങൾ എല്ലാരും മുണുങ്ങിക്കോ. ഇവിടെ ഭയങ്കര വെച്ചിട്ട് കയറുന്നല്ലോ. സർ, എന്തായി? പാലക്കാട് ഇന്ന് സരിന് വേണ്ടി ഞങ്ങളുടെ സഖാവ് അങ്ങോട്ട് ഇറങ്ങി. എല്ലാവരെയും വാ അടഞ്ഞല്ലോ. ചിറ്റപ്പൻ ഒരു വഴിക്കൂടെ സഖാവ് സരിനെ ചീത്തം പിടിച്ചിട്ടുണ്ട്. അവനെ എടുത്ത് വെക്കുന്നത് വയ്യാവേലിക്കാണെന്ന്. അതങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇന്ന് പറഞ്ഞു കേട്ടില്ലേ? സരനെ പോലെ ഇത്രയും നല്ലൊരു ചുറുചുറുക്കുള്ള യുവാവിന് ഞങ്ങളുടെ പാർട്ടിക്ക് സ്ഥാനാർത്ഥിയായി കിട്ടിയതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അദ്ദേഹം ഒന്നും പറഞ്ഞില്ലേ? അതുകൊണ്ടല്ലേ ഇന്ന് വന്നത്. പാലക്കാട് സരിന് വേണ്ടി പ്രവർത്തിക്കല്ലേ. ഇനി എന്ത് വേണം? അതെ, ആദ്യം ഗോവിന്ദനുമായി ഉടക്കി നിന്ന ചിറ്റപ്പൻ പിന്നീട് ഗോവിന്ദൻ നടത്തിയ ജാഥയിൽ പിണറായി കണ്ണുരുട്ടിയപ്പോൾ പോയ ചരിത്രവും നമുക്കറിയാം. അത് തലമുറക്കാണോ മാറ്റി പറയാൻ പറ്റാത്തത്? എന്തായാലും ബുക്ക് പുള്ളി എഴുതിക്കൊണ്ടിരിക്കുന്ന ബുക്കാണ്. അതിന്റെ ഇടയ്ക്ക് എങ്ങനെയാണ് ഈ വിവരങ്ങളൊക്കെ പുറത്തു നിന്ന് ദൈവം തമ്പുരാന് മാത്രം അറിയാം. ഗൂഢാലോചന, ഫുൾ ഗൂഢാലോചന. ആ അന്നത്തെ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ആ സമയത്ത് പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച എടുത്തിട്ടു. ഈ തെരഞ്ഞെടുപ്പിന് പരിപ്പോടെ കട്ടൻ ചായ എടുത്തിട്ടിരിക്കുന്നു. ഇതൊക്കെ ഫുൾ ഗൂഢാലോചന. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രകാശ് ജാവ്ദേക്കർ തന്നെ വന്ന് കണ്ടു എന്ന് സമ്മതിച്ചതാരാ? സമ്മതിച്ചില്ലെന്ന് പറഞ്ഞു. കണ്ടു. നിങ്ങൾ ചായ കുടിക്കാൻ വരുന്നതല്ലേ ഫ്ലാറ്റില്? പിന്നെ അങ്ങർക്ക് വേറെ എവിടെ നിന്ന് ചായ കുടിക്കാനില്ലാതിരിക്കുവാണല്ലോ. ജീപ്പിയുടെ അവിടെ മാത്രമേ ചായ ഇറങ്ങുള്ളൂ അങ്ങർക്ക്. മോനെ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അന്ന് രാവിലെ വന്ന് എന്തിനാണ് ഇത് പണഞ്ഞത്? അത് പിന്നെ സമ്മതിക്കേണ്ടി വന്നു. അതെ, ഇ.പി. ചിറ്റപ്പൻ പിന്നെ ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് DC ബുക്സുകാരങ്ങ് ഗണിച്ചെടുക്കുവല്ലേ. പിന്നെ അവരൊന്നും മിണ്ടാത്തത് എന്താ? എടേ, അങ്ങനെയാണ് നിങ്ങൾക്ക് ആ ബുക്കിന്റെ കോപ്പിയിലുള്ള കാര്യങ്ങൾ അങ്ങോട്ട് കാണിച്ചു കൊടുത്തത്. ഇതുവരെ എഴുതിയതിനകത്ത് കാണിച്ചു കൊടുത്താ പോരെ? എഴുതിക്കൊണ്ടിരിക്കുന്ന സാധനം കാണിക്കാൻ നിങ്ങൾ തയ്യാറാണോ? എഴുതിക്കൊണ്ടിരിക്കുന്ന സാധനം വിവാദം അതിനകത്തിലുണ്ട് എന്ന് പറയുന്നല്ലോ, അത് കാണിക്കാൻ നിങ്ങൾ തയ്യാറാണോ? വിവാദം വന്നാൽ പിന്നെ ബുക്ക് അവിടെ മാറ്റി വയ്ക്കണം, കേട്ടല്ലോ. കാണിക്കാൻ നിങ്ങൾ നിങ്ങളുടെ ചിറ്റപ്പൻ തയ്യാറാണോ? എഴുതിക്കൊണ്ടിരിക്കണേ ഉള്ളൂ. അതിലൊത്തിരി ഭാഷ ഇനിയിപ്പോ മാറ്റും. ഇനിയിപ്പോ മൊത്തം ഒരു പൊളിച്ചെടുത്ത് വേണം കഥയ്ക്കകത്ത്. എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാം പുറത്തായല്ലോ. ഇവിടെ രണ്ടാം പിണറായി സർക്കാർ ഒട്ടും കൊള്ളത്തിൽ നീപ്പിച്ചിട്ടപ്പം പറഞ്ഞ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരാൾ പാർട്ടി നിക്കോ, പ്രചരണത്തിന് വേണ്ടി ഇറങ്ങോ? കൺവീനർ സ്ഥാനത്തുനിന്ന് മാറ്റിയപ്പോ ചിറ്റപ്പൻ എന്തോ പറഞ്ഞിട്ടായിരുന്നു പോയത്? അത് പിന്നെ ഒരു സ്ഥാനത്ത് ഞാൻ എല്ലാം തുറന്ന് എഴുതുമെന്നാണല്ലോ. എല്ലാം തുറന്ന് എഴുതിയിട്ട് ഇപ്പൊ നിഷേധിച്ചോണ്ട് നിക്കല്ലേ? നിങ്ങൾ എഴുതും പിന്നെ നിഷേധിക്കും. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ചോദിച്ചോട്ടെ. ഇവിടെ എന്തടേ നിങ്ങളുടെ നേതാക്കന്മാരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ പിന്നെ അവർ കെട്ടിച്ചമച്ചതാണ് എന്ന് എങ്ങനെ പറയാൻ പറ്റുന്നു? ഹിന്ദു പത്രത്തിനകത്തൊരു വിവാദം വന്നു മലപ്പുറവുമായി ബന്ധപ്പെട്ട്. അതന്നെ. പക്ഷെ വിശാല ഹൃദയനല്ലോ വിശാല ഹൃദയനായ വലിയ ആശാൻ അതങ്ങ് ക്ഷമിച്ചിരിക്കുന്നു. ക്ഷമിച്ചു. തനിക്കെതിരെ ഹിന്ദു പത്രം സ്വന്തമായിട്ടുണ്ടാക്കിയ കഥ അല്ലേ? അതെ അതെ. പക്ഷെ ഇവിടെ ഞങ്ങൾ ക്ഷമിക്കില്ല. പക്ഷെ ഇവരുടെ ഇ.പി. ചിറ്റപ്പൻ ഒരു കഥ എഴുതുന്നു, അത് പുറത്താകുന്നു. വിശാല ഹൃദയനായ ചെറിയ ആശാൻ ക്ഷമിക്കുന്നു. ഇല്ല, ക്ഷമിച്ചിട്ടില്ല. ഞങ്ങൾ DGPക്ക് പരാതി കൊടുത്തു. അന്വേഷിക്കും, കണ്ടെത്തും. ഇനി പിന്നെ കളിച്ച ഗൂഢാലോചന നടത്തിയ എല്ലാത്തിനെയും കൊണ്ട് ഫ്രണ്ട് നടത്തും. അല്ലെങ്കിൽ ഞങ്ങൾ ക്ഷമിച്ചിരുന്നെങ്കിൽ പിന്നെ ഞങ്ങൾ DGPക്ക് പരാതി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. DGPക്ക് പരാതി കൊടുത്തിരിക്കല്ലേ. നോട്ടീസ് അയക്കും. ഇനി ഞങ്ങളുടെ വക്കീല്, ഞങ്ങളുടെ മറ്റേ വക്കീലില്ലേ, ക്രിമിനൽ, അദ്ദേഹത്തെയാണ് ഇറക്കിയിരിക്കുന്നത്. ഹാജരായ വക്കീലാണ്. അതെ അതെ, ആളെയാണ് ഇറക്കിയിരിക്കുന്നത്. കൊമ്പനെയാണ് ഇറക്കിയിരിക്കുന്നത്. ഇന്നെ പിന്നെ കളിച്ചത് ആരായാലും ഞങ്ങൾ ആഴ്ച എണ്ണിച്ചിരിക്കും. അത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഞങ്ങൾ എങ്ങനെയെങ്കിലും നാട്ടിക്കാൻ കോടതിയിലോട്ട് എത്തുമ്പോഴത്തേക്ക് കോടതി നോക്കി ഇതുവരെ എഴുതിയതും കാണിക്കാൻ പറയും. അപ്പോഴോടോ എഴുതിക്കൊണ്ടിരിക്കുന്ന സാധനല്ലേ, എഴുതി കഴിയട്ടെ. ഒന്ന് സാവകാശം കൊടുക്കൂ. എത്ര പ്രാവശ്യം പറഞ്ഞ് എഴുതിക്കൊണ്ടിരിക്കണേ ഉള്ളൂ. എഴുതിക്കൊണ്ടിരിക്കുന്ന സാധനത്തിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ പുറത്തു വന്നു പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് ഇവിടെ സംഭവിക്കണം ഒന്ന് മനസ്സിലാവുന്നു. അയ്യോ, മറ്റേ മലപ്പുറവുമായി ബന്ധപ്പെട്ട വിവാദം. ഹിന്ദു പത്രത്തിന് ഞാനൊരു അഭിമുഖം കൊടുക്കുന്നു. ഹിന്ദു പത്രത്തിൽ ഞാനൊരു അഭിമുഖം കൊടുക്കുന്നു എന്ന് ഇവരുടെ ക്യാപ്റ്റൻ. പക്ഷെ
മലപ്പുറവുമായി ബന്ധപ്പെട്ട ഒന്നും ഞാൻ പറഞ്ഞതല്ലേ, PR പറഞ്ഞതാ. PR ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയായി പണയുന്നത്. PR ഇടയ്ക്ക് കയറി വന്ന് എന്നിട്ട് ഈ PR കമ്പനിക്കെതിരെ എന്തുകൊണ്ട് നിങ്ങൾ കേസെടുത്തില്ല? ഞങ്ങള് പിന്നെ അങ്ങ് വിട്ട് കേസ്. അത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വിവാദമാണെന്ന് നിങ്ങൾ ഓർക്കണം. മുഖ്യമന്ത്രി PR ഏജൻസിക്കെതിരെ കേസെടുക്കുന്നില്ല, അവരെ വെറുതെ വിട്ടു. ഇപ്പൊ DC ബുക്സ് ഇത് വെറുതെ വിടില്ല, ഇത് ഞങ്ങള് വെറുതെ വിടില്ല, ഞങ്ങള് പരാതി കൊടുത്തിട്ടുണ്ട്. ആത്മകഥ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് തേജോവധം ചെയ്യാൻ വേണ്ടി, അത് തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ. ഇൻഡിഗോ ചിറ്റപ്പൻ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനെതിരെയൊക്കെ കഥയുണ്ടെന്നാണ്. നമ്മുടെ MV ഗോവിന്ദനെ പറപ്പിച്ചിട്ട് എഴുതിയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. MV ഗോവിന്ദനാണല്ലോ EP ചിറ്റപ്പന്റെ മുഖ്യ ശത്രു. ഗോവിന്ദ മാഷ് ഇന്നലെ പറഞ്ഞായിരുന്നു, EP ഇപ്പൊ പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു, അതേ ഞങ്ങൾക്ക് തരമുള്ളൂ. എന്തായാലും അദ്ദേഹം പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഇതൊക്കെ കള്ളമാണ്, ഇതൊന്നും അദ്ദേഹം എഴുതിയിട്ടില്ല, നമ്മളെ കുറ്റം പറഞ്ഞിട്ടില്ല. ഇൻഡിഗോയെ കുറിച്ചുണ്ടോ? ഇൻഡിഗോയോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, അതുകൊണ്ടോ? ഒരു അധ്യായം അതുണ്ട്, ഒരു അധ്യായം ഉള്ളോ? ഒരു അധ്യായം ഉള്ളൂ. കണ്ണൂർ റഡാറിലൂടെ പറക്കാൻ നിന്നെ ഒന്നും ഞാൻ സമ്മതിക്കൂല എന്നല്ലേ വെല്ലുവിളിച്ചത്? പറത്തൂല. എന്നിട്ട് അവസാനം പോയി കേറിയല്ലോ. അത് ഞങ്ങൾ അങ്ങനെയാണ്. യെച്ചൂരി മരിച്ചപ്പോൾ ഇവർക്ക് കയറേണ്ടി വന്നു, ഇൻഡിഗോ ചിറ്റപ്പന് ഇൻഡിഗോയിൽ കയറേണ്ടി വന്നു. അതുവരെ വിളിച്ച ഇറ്റപ്പന വൈരാഗ്യം ഞങ്ങൾ അങ്ങനെ വെച്ചോണ്ടിരിക്കും. ഇല്ല, നിസ്സാരം വൈരാഗ്യമൊക്കെ 51 വീട്ടിൽ തീർക്കുന്നവരാ, നിസ്സാരം അന്ന് വെച്ചോണ്ടിരിക്കുന്നവരല്ലേ ഇവര്. എന്തായാലും ഞങ്ങളെ തേജോവധം ചെയ്യാനാണ് ഇവിടെ ശ്രമിച്ചത്, വൻ തേജോവധം. അല്ലെങ്കിൽ ഇതിനെ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇന്നലെ തന്നെ വരേണ്ട ആവശ്യം. അതെ, അതെ ഞാൻ ചോദിക്കുന്നത്, എനിക്ക് മറുപടി വേണം. തേജോവധം ചെയ്യാൻ വേണ്ടിട്ട് ഗൂഢാലോചന, ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന നടത്തിയത് ആരായാലും. എനിക്കതല്ല, സരിന്റെ അവസ്ഥ ഓർക്കുമ്പോഴാ. വയ്യാവേലി എന്നൊക്കെ പറഞ്ഞു, ഞങ്ങളുടെ സഖാവ് സരിനെ വയ്യാവേലി എന്ന് പറഞ്ഞു, അങ്ങനെയൊക്കെ പറയോ? വിവാദം കനത്തതോടെ ഇന്ന് ചിറ്റപ്പം പോയായിരുന്നു കേട്ടോ, പാലക്കാട് പോയി. സരിൻ വളരെ മികച്ച നേതാവാണ്. അതെ, ഇത്രയും ചുറുചുറുക്കുള്ള ഒരു പയ്യനെ ഞങ്ങൾക്ക് കിട്ടിയതിൽ അഭിമാനമേ ഉള്ളൂ. അദ്ദേഹത്തിന് വേണ്ടി എന്തൊക്കെ പ്രചരണം, ഇന്ന് ഉച്ചയ്ക്ക് വൈകുന്നേരം മീറ്റിംഗ് ഒക്കെ ഉണ്ട്, പ്രചരണ രംഗത്ത് ശക്തമായി. ഇന്നലെ ആ കള്ളക്കഥ വന്നോണ്ട് ഓടി എത്തിയത് കണ്ടോ? അതെ, കള്ളക്കഥ വന്നതോടുകൂടി ഓടി പോയത്. അത് പിന്നെ എത്തിയല്ലോ, എത്തിയില്ലെങ്കിൽ പിന്നെ എത്തിയില്ല, എത്തിക്കഴിഞ്ഞാ പിന്നെ എത്തി എന്തുവാ ഇത്, എത്തിയല്ലോ. അതാണ് വഴിവിട്ട് എന്തോ സംഭവം നടന്നിട്ടുണ്ട്. നിങ്ങളുടെ കാര്യത്തിൽ എല്ലാം വഴിവിട്ടാ സംഭവിക്കുന്നത്. അതാ പ്രശ്നം. പക്ഷെ ഞങ്ങള് പിണറായി സഖ ഒന്നും പറഞ്ഞില്ല, എന്ത് പറയോ? എന്തോ പറയാനോ ഇതിനൊക്കെ, അതല്ലേ പ്രശ്നം. അതെ, ഏത് ഒരു കാര്യത്തിന് ഒരു വിവാദത്തിനാണോ മൂപ്പര് മറുപടി പറയേണ്ടത്? എത്ര വിവാദങ്ങൾ ഒരുപാട് ഉണ്ടല്ലോ. അതെ 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 അതെ. എന്നാലും പാലക്കാട് ജനതയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ സ്വത്താണ് സരിനെന്ന് EP ജയരാജൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അല്ലാതെ വയ്യാവേലിയാണെന്നൊന്നും പറഞ്ഞു. അതെ അതെ, ഇവരുടെ ചിറ്റപ്പം പണ്ട് പറഞ്ഞിട്ടുണ്ട്, പിണറായി കുടുംബം കേരളത്തിന്റെ ഐശ്വര്യമാണോ. അതിനൊക്കെ വലിയ കോമഡി ഒന്നും ഉണ്ടോടെ? അതെ, ഞങ്ങളുടെ കേരളത്തിന്റെ ഐശ്വര്യം തന്നെയാണ്. അതിന് ഇത്ര ചിരിക്കാതിരിക്കുന്നത്. നിങ്ങൾ സഖാക്കളുടെ എല്ലാം വീട്ടിൽ മൂപ്പറ ഫോട്ടോ കൊണ്ടുപോയി. ഞങ്ങൾ ആലോചിക്കാം. എന്റെ വീട്ടിലുണ്ടല്ലോ, എന്റെ വീട്ടിലുണ്ട്. നിങ്ങൾ എന്റെ വീട് കണ്ടിട്ടില്ലല്ലോ. ഉണ്ട്, വിശ്വസിക്ക്. ഞങ്ങൾ പറയുന്നത് എന്താ അത് നിങ്ങൾ വിശ്വസിക്കാൻ പറ്റും. നിങ്ങൾ പറയുന്നതെല്ലാം നമ്മൾ വിശ്വസിക്കണം. നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഞങ്ങൾ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കും. ഇത് കമ്മ്യൂണിസ്റ്റ് ചൈനയൊന്നും അല്ല കേട്ടോ, കേരളമാണ്. അതാ ഞങ്ങക്ക് കേട്ടോ. എന്തായാലും നിങ്ങൾ പണയുന്നതെല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങാനിരിക്കുമല്ലേ ഇവിടെ ഉള്ളവരൊക്കെ. നിങ്ങൾ വിഴുങ്ങില്ലെന്ന് ഞങ്ങൾക്ക് അറിയാം. എങ്കിലും ചിറ്റപ്പന്റെ കഥയുടെ പേര് പരിപ്പോടെയും കട്ടൻ ചായയുടെ വേറെ ഒന്നും കിട്ടിയില്ല. അതല്ലേ പറഞ്ഞത്, ഇങ്ങനെ ആരെങ്കിലും ബുക്കിന് പേരിടുവോ? അതുകൊണ്ട് തന്നെ ഇത് കള്ളമാണെന്ന് നമുക്ക് വിശ്വസിക്കാം. അതേ വഴിയുള്ളൂ. മറ്റേ ചവിട്ടി പുറത്താക്കിയ ഇൻഡിഗോ അങ്ങനെ വല്ല ഇടണമായിരുന്നു. അത് വേണ്ട. ഇത്രയും സമരം ചെയ്ത് അപമാനിക്കപ്പെട്ട നാളുകൾ, CPM അപമാനിക്കപ്പെട്ട നാളുകൾ അങ്ങനെ ഇട്ടാലോടോ? അത് നന്നായിരിക്കും. എന്ത് നിങ്ങളല്ലേടോ അങ്ങേരെ തേച്ചൊട്ടിച്ചത്? നിങ്ങളല്ലേ അങ്ങേരെ തേച്ചൊട്ടിച്ചത്? അതിനെ കുറിച്ചാണ് അങ്ങേരെ എല്ലാം വെട്ടിത്തുറന്ന് എഴുതുക നന്നേ മൂപ്പര് പറഞ്ഞായിരുന്നു. അതിന് രണ്ട് അധ്യായം ഗോവിന്ദനെ കുറിച്ചാണ്. ഇത്രയും ചവിട്ടി അരയ്ക്കപ്പെട്ടു എന്ന് നിങ്ങൾ പറയുന്നല്ലോ, അതിൽ അദ്ദേഹത്തിന് ഒരു പരിഭവം ഇല്ല. പരിഭവം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം എന്നേ പാർട്ടിയിൽ നിന്ന് പോയേനെ. ഒരിടത്തുനിന്ന് BJP 51 വെട്ടിനെ പേടിയില്ലാത്ത ആരേലും ഉണ്ടോ? 51 ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടതില്ല. ഒരു സൈഡിൽ നിന്ന് BJP വിളിക്കുന്നു, ഒരു സൈഡിൽ നിന്ന് MM ഹസൻ വാവാന്ന് വിളിക്കുന്നു. എന്ത് ചെയ്യാൻ? ഞങ്ങൾക്ക് ഇത്രയും ശക്തനായ ഒരു നേതാവിനെ കിട്ടിപ്പോയി. ഓ മൈ ഗോഡ്, എല്ലാവർക്കും ഞങ്ങളുടെ നേതാവിനെ തന്നെ വേണം. രണ്ട് സൈഡിൽ നിന്ന് വിളിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് BJP. മണ്ടത്തരം പറയാൻ രണ്ട് കൂട്ടത്തിൽ ഓരോ ആൾക്കാരെയും കൂടെ വേണം. അതുകൊണ്ടാണ് മണ്ടത്തരം. എന്ത് പറഞ്ഞു? ഓർമ്മിപ്പിക്കല്ലേ EP ചിറ്റപ്പം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. മെസ്സി ഓർമ്മിപ്പിക്കണ്ട. ടങ് ട്വിസ്റ്റ് എല്ലാവർക്കും വരും. അത് വലിയൊരു മണ്ടത്തരമായിട്ടൊന്നും കാണിക്കുന്നു വേണ്ട.
ഓ ഇവിടെ വേറെ ആർക്കും ടങ് ടെസ്റ്റ് വരും. അയ്യോ ഇല്ല നിങ്ങൾ അതുകൊണ്ട് തെറി വിളിക്കാറും ഇല്ല. തെറിയോ? ഇല്ലില്ല. ഞങ്ങള് അങ്ങനെ നിങ്ങൾ ക്യാമറ ആണല്ലോ. അതെ അതെ. എന്നാൽ ഈ പി ചിറ്റപ്പൻ 2 തവണ ഇവർക്കിട്ട് തേച്ചത്. ഒന്ന് ജാവ്ദേക്കറിന്റെ കാര്യം പറഞ്ഞു ഞാൻ ചർച്ച നടത്തിയെന്ന്, ഒന്ന് ഇപ്പൊ രണ്ടാമത്തെ കഥയുടെ കാര്യം. 2 തെരഞ്ഞെടുപ്പ് ദിവസമാണ്. അപ്പോൾ എന്തോ കണക്ക് കൂട്ടിയല്ലേ ചിറ്റപ്പൻ? ഇത് ചിറ്റപ്പനല്ല, ഇതിന്റെ പിന്നിൽ വേറൊരാളുണ്ട്. ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട്. അത് ആരാണെന്ന് ചിറ്റപ്പനെ നിർത്തി ആരാണ്? അതെ അതെ, ചിറ്റപ്പനെ നിർത്തി ഗൂഢാലോചന നിർത്തിയല്ല, തേജോവധം ചെയ്യാൻ വേണ്ടി ആരോ ഗൂഢാലോചന നടത്തുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമേ ഞങ്ങളുടെ ചിറ്റപ്പനെ ഇവർ ആയുധമാക്കുന്നുള്ളൂ. എന്തോ സംഭവമുണ്ട്. അതെ, എല്ലാ തിരഞ്ഞെടുപ്പിനും ഞങ്ങളുടെ ചിറ്റപ്പനെ പിടിച്ച് ആയുധമാക്കുന്നു. ഇത് എന്ത് കഷ്ടമാണ്. ഇത് വെള്ളരിക്കാൻ പറ്റണോ? അതും ഞങ്ങളുടെ EP സാറിന് മാത്രമേ അവർ എടുക്കുന്നുള്ളൂ. അതാണ് എന്തോ ലക്ഷ്യമുണ്ട്. ഞങ്ങളുടെ ശക്തനായ നേതാവിനെ അവർക്ക് വേണം. ശക്തനായ നേതാവിനെ നിങ്ങൾക്ക് വേണ്ടാത്ത എന്ത്? ഞങ്ങൾക്ക് വേണമല്ലോ. ഞങ്ങള് എന്നിട്ട് എന്തെങ്കിലും ഒരു പദവി കൊടുത്തായിട്ടുണ്ടോ ഈ അടുത്ത കാലത്ത്? എന്തെങ്കിലും കൊടുക്കാനും നിങ്ങൾ കൊടുക്കൂ? ഗോവിന്ദനെ മാറ്റിയിട്ട് ഇപ്പൊ ഒരാൾ ഇരിക്കട്ടെ, പിണറായിയെ മാറ്റിയിട്ട് മുഖ്യമന്ത്രി കസേര, മുഖ്യമന്ത്രി സ്ഥാനത്ത് ഒരാൾ ഇരിക്കല്ലേ? എന്തെങ്കിലും സ്ഥാനം ഇവരെ മാറ്റുമ്പോ എനിക്കറിയില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ഒരു സ്ഥാനം കൊടുക്കാമെന്ന് നിങ്ങൾ പറയൂ. ഞാനൊരു അണിയല്ലേ, അപ്പൊ എനിക്കറിയില്ല. അവരെന്നെ തീരുമാനിക്കുന്നത്. നമ്മൾ അണികൾ അത് കേട്ടിട്ട് അതിനനുസരിച്ച് ഞങ്ങൾക്ക് അതിന് ഇത് വേറെ അധികാര പദവി ഇല്ലല്ലോ. വേറെ എല്ലാം പാർട്ടി ഓഫീസിൽ പോയിരുന്ന് മറ്റേ താത്വികാചാര്യൻ പറയുന്നത് മാത്രം കേട്ടോണ്ടിരിക്കുക. പരിപൂർണ തോന്നും. എന്നാലും ഇത് ഗൂഢാലോചനയാണ്. ഇത് എന്തോ സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ട, അങ്ങോട്ട് കൊണ്ടുപോകും. ചിറ്റപ്പന്റെ കഥയും ഇവർ തേഞ്ഞൊട്ടിയ നിമിഷവും, അതാണ് പുതിയ കഥ. ഓ ശരി, ബുക്ക് പബ്ലിഷ് ചെയ്യുമ്പോ ഞങ്ങൾ അറിയിച്ചേക്കാം. നിങ്ങൾ ആരും ഒന്നും വിശ്വസിക്കരുത് കേട്ടോ. ഞങ്ങൾ പാർട്ടിയായിട്ട് യാതൊരു പ്രശ്നമില്ല. അത് ഇന്ന് പ്രചരണത്തിന് ഇറങ്ങിയിട്ടുണ്ട്. പാർട്ടിയായിട്ട് പിണക്കം എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. എത്ര ദിവസം ആയിരുന്നടോ? എന്നിട്ട് എന്നാ നിങ്ങളുടെ ചിറ്റപ്പൻ വന്നത്? എന്നാ പിന്നെ ഞാൻ പരിപ്പോട്ട് എടുത്തോണ്ട് ഞാൻ ആൾക്കാടെ മൂട് കട്ടൻ ചായം കൊണ്ടുപോകും. പോയി മുന്നേ ഇങ്ങനെ കുറെ തോൽവികളും തൊട്ടികളും. ഒലക്കര മൂട്